ഓക്കെ, ഹലോ ഓൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയ SSC CGL-ന്റെ പുതിയ പാറ്റേണുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ബേസിക് ഐഡിയ വെച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മീഡിയൻ മോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൽ തന്നെ മീൻ എന്ന് പറയുന്ന ഐഡിയയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേരിയൻസിൽ പോയി, സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ പോയി, അതിനെ പറ്റിയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മോഡ് എന്ന് പറയുന്ന ഒരു ഐഡിയയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ടേംസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ സിലബസിൽ ഇങ്ങനെ ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞിട്ടും ഡെസൈൽസ് എന്ന് പറഞ്ഞിട്ടും പെർസെൻറ്റൈൽസ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ സ്ക്യൂനെസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടേംസ് കേട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തിയറി മനസ്സിലായാൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. കുറച്ച് നമുക്ക് ന്യൂമറിക്കൽ സ്കിൽ ഉണ്ടായാൽ മാത്രം മതി, പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഭൂരിഭാഗവും നമ്മുടെ CGL-ന്റെ തന്നെ ടയർ 2 JSO-ന്റെ പേപ്പറിൽ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. എന്നാൽ പോലും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇക്വേഷൻസ് പഠിക്കുക, ഇവിടെയുള്ള ഐഡിയാസ് മനസ്സിലാക്കുക, അതിൻ്റെ ഒരു ലോജിക്ക്, പ്രോപ്പറായിട്ടുള്ള ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് ഒരു ക്വാർട്ടൈൽ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ക്വാർട്ടൈൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസൈൽ എന്താണെന്ന് മനസ്സിലാവും, അതുപോലെ തന്നെ പെർസെൻറ്റൈൽ എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, പെർസെൻറ്റൈൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവും, പരീക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയും എനിക്ക് ഇത്ര പെർസെൻറ്റൈൽ ആണെന്ന് അല്ലേ. ശരി, അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, എടാ നമുക്ക് 3 ഡാറ്റ ഉണ്ട്. അതെ, 3 ഡാറ്റ ഉണ്ട്. ഈ 3 ഡാറ്റേനെ ഞാനൊരു ലൈനിലാക്കി ഇങ്ങനെ നിരത്തി നിർത്തി. എങ്ങനെ? അസെൻഡിങ് ഓർഡർ. അതിൽ നടുക്കുള്ള ആ ഒരു ഡാറ്റേനെ ഞാൻ എന്താ പറഞ്ഞിരുന്നത്? മീഡിയൻ അല്ലെ. നടുക്കുള്ള ഡാറ്റേനെ നമ്മൾ മീഡിയൻ എന്ന് പറഞ്ഞു. അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് നടുക്കുള്ള ഡാറ്റേനെ നമ്മൾ മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മീഡിയന്റെ താഴേക്ക് എത്ര ശതമാനമുണ്ട്? 50% ഡാറ്റ താഴേക്കുള്ളത്. മീഡിയന്റെ മുകളിലേക്കാണ് ബാക്കി 50% ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ മൊത്തം ഡാറ്റേനെ 2 കഷ്ണങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മീഡിയൻ വീതിക്കുന്നത്. അപ്പൊ മീഡിയൻ നമുക്ക് നടുക്കുള്ള ഒരാളായിട്ട് പറയാം. ഇതേ ഐഡിയയാണ് ക്വാർട്ടൈൽസും ഉപയോഗിക്കുന്നത്. ക്വാർട്ടൈൽസ് ഇതൊരു ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിചാരിക്കുക. ഈ ഡാറ്റ ഡിസ്ട്രിബ്യൂഷനെ എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 1 പാർട്ട്, 2 പാർട്ട്, 3 പാർട്ട്, 4 പാർട്ട്. 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഒരു ഡാറ്റ നമുക്ക് കിട്ടി, അതിനെ നമ്മൾ എന്ത് ചെയ്തു? അസെൻഡിങ് ഓർഡറിൽ എഴുതി. ആ എഴുതിയ ഓർഡറിൽ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് വേണം? ഈ ഒരു പോയിന്റ് വേണം, ഈ ഒരു പോയിന്റ് വേണം, ഈ ഒരു പോയിന്റ് വേണം. ഇവിടെ നിന്ന് താഴേക്ക് കുറച്ചുണ്ട്, ഇവിടുന്ന് മുകളിലേക്ക് കുറച്ചുണ്ട്, ഇവിടുന്ന് താഴേക്ക് കുറച്ചുണ്ട്, ഇവിടുന്ന് മുകളിലേക്ക് കുറച്ചുണ്ട്, ഇവിടുന്ന് താഴേക്ക് കുറച്ചുണ്ട്, ഇവിടുന്ന് മുകളിലേക്ക് കുറച്ചുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഇവനാണ് ആദ്യത്തെ ആളാണ് Q1 അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. ഇവിടുന്ന് താഴേക്ക് ഫസ്റ്റ് ക്വാർട്ടൈലിന്റെ താഴേക്ക് ഒരുപാട് ഡാറ്റ ഉണ്ടാവും. എത്ര ശതമാനം ഉണ്ടാവും? 25% ഡാറ്റ അതിന്റെ താഴേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇവിടെ അതിന്റെ മുകളിലേക്കോ ബാക്കി 75% Q1-ന്റെ മുകളിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ക്യൂവിൽ നിൽക്കുകയാണ്. ആ ക്യൂവിൽ നിങ്ങൾ ഫസ്റ്റ് ക്വാർട്ടൈലുള്ളതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഏറ്റവും ബാക്കിലുള്ള 25 ആളുകളുടെ ഇടയിലാണുള്ളത് എന്നാണ്. ഓക്കെ, ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ 25ാമതായിട്ട് നിൽക്കുന്ന ആളാണ്. ഇനി സെക്കൻഡ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത് Q2. ഇത് ആര് തന്നെയാ? ഇതിനെ നമ്മൾ മീഡിയൻ എന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ കറക്റ്റ് നടുക്കുള്ള വാല്യൂ അല്ലേ, അത് Q2 എന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പൊ സെക്കൻഡ് ക്വാർട്ടൈൽ അല്ലെങ്കിൽ മീഡിയൻ എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. Q3 തേർഡ് ക്വാർട്ടൈൽ. ഈ തേർഡ് ക്വാർട്ടൈലിന്റെ മുകളിലേക്ക് എത്ര ശതമാനം ഉണ്ടാവും? ഒരു 25% ബാക്കി ഉണ്ടാവും. താഴേക്ക് ഒരു 75%. Q2 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 50%. മുകളിലേക്ക് 50 ആയിരിക്കും, താഴേക്കും 50 ആയിരിക്കും. ഇങ്ങനെ ഓർത്തു വെക്കണം. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡാറ്റ കിട്ടി. ആ ഡാറ്റേനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ ഡാറ്റേനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ എഴുതുക? അപ്പോൾ 3, 5, 9 ഒരു ഡാറ്റയാണ്. ഈ ഡാറ്റനെ ഞാൻ അസെൻഡിങ് ഓർഡറിൽ തന്നെ എഴുതിയിട്ടുള്ളത് അല്ലേ. അസെൻഡിങ് ഓർഡറിൽ എഴുതി. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? സ്പ്ലിറ്റ് ചെയ്യാൻ പോവാ. എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം? 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ആ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യേണ്ടത് 3 പോയിന്റ്സ് ആണ്. ഓക്കെ, ആ 3 പോയിന്റ്സിൽ ഒരെണ്ണം Q1 ആയിരിക്കണം, ഒരെണ്ണം Q2 ആയിരിക്കണം, ഒരെണ്ണം Q3 ആയിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്വാർട്ടൈൽ എന്ന് വിളിക്കുക. നിങ്ങൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, അതിന്റെ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എങ്ങനെ നമുക്ക് ക്വാർട്ടൈൽ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കണേ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ക്വാർട്ടൈലാന്ന് വിചാരിച്ചോ, Q1 ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ആദ്യം എത്ര നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ടെന്ന് നോക്കുക, അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. അതിനെ ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അർത്ഥം? 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാന്നല്ലേ. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതായിരിക്കും ഈ ടേം ആയിരിക്കും n+1/4 ടേം ആയിരിക്കും
ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 6 7 ടേംസ് ഉണ്ട്. 7 ടേംസിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഏറ്റവും ചെറുതാരാ? 5 ഉണ്ട്, 7 ഇല്ല, 5 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്, ഓക്കെ, പിന്നെ ആരാ? 15 ഉണ്ട്, 18 ഉണ്ട്, 23 ഉണ്ട്. 1 2 3 4 5 6 7 ടേംസ് അവിടെ ഉള്ളത്. ആ 7 ടേംസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ n എന്താ? 7 ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടൈൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ Q1 ഈക്വൽ ടു 7 + 1/4 ടേം ആണ് വേണ്ടത്. 7 + 1/4 എന്ന് പറഞ്ഞാൽ 8/4 അല്ലെങ്കിൽ 2. അപ്പൊ നമുക്ക് സെക്കൻഡ് ടേം ആണ് വേണ്ടത്. സെക്കൻഡ് ടേം കൂടെ ആരാ? 9. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. 9 ആണ് ഫസ്റ്റ് ക്വാർട്ടൈൽ. ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. അപ്പൊ ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മൊത്തം ടേംസിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ ഡിവിഷനെയാണ് ഫസ്റ്റ് ക്വാർട്ടൈൽ വിളിക്കുക. അത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ? n + 1/4 ടേം അതാ നോക്കിയാൽ മതി. അസെൻഡിങ് ഓർഡറിൽ എഴുതുക n + 1/4 ടേം. ഇനി തേർഡ് ടേം ഏതാണ്, അല്ലെങ്കിൽ തേർഡ് ക്വാർട്ടൈൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ക്വാർട്ടൈൽ Q1 ഈക്വൽ ടു n + 1/4 ടേം ആണെങ്കിൽ സെക്കൻഡ് ക്വാർട്ടൈൽ Q2 എന്ന് പറയുന്നത് 2 × n + 1/4 ടേം ആയിരിക്കും. ഓക്കെ, ഇനി അപ്പൊ തേർഡ് ക്വാർട്ടൈലോ Q3 ആരായിരിക്കും? 3 × n + 1/4 ടേം ആയിരിക്കും. ഇത് 4 ആണ്, 4th ടേം ആയിരിക്കും. അപ്പൊ Q3 ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ടേംസ് ഉണ്ട്? നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? n + 1/4 അതിന്റെ ഇൻറ്റു തേർഡ്. ഓക്കെ, ഈ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രാമത്തെ ടേം 3 × n + 1/4 എത്രയാ? n + 1 8 ആണ്, 8/4 2 ആണ്. 3 × 2 6. അപ്പൊ 6th ടേം ആണ് Q3 വരിക. 6th ടേം എത്രയാ? 1 2 3 4 5 6. 6th ടേം എത്ര വരും? 18 വരും. 18 ആണ് നമ്മുടെ തേർഡ് ക്വാർട്ടൈൽ വരിക. അപ്പോൾ നമുക്കൊരു ഡാറ്റ, ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അതിലെ Q1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n + 1/4. Q3 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 3 × n + 1/4. ഫസ്റ്റിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് തേർഡ് എത്രാമത്തെ ടേം ആണെന്ന് കിട്ടും. അപ്പൊ ഇത് ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് ഞാനിപ്പോ പറഞ്ഞതാണ് ക്വാർട്ടൈൽ എന്നുള്ള ഐഡിയ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ചലഞ്ചിങ് ആവുന്ന സമയം എപ്പോഴാന്ന് വെച്ചാൽ, ഓക്കെ, ഫൈൻഡ് ദ ക്വാർട്ടൈൽ. ഓക്കെ, ഇവിടെ അടുത്തതായിട്ട് ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ടേംസ് ആണ് ക്വാർട്ടൈൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, Q1 Q2 Q3, Q1 Q2 Q3, അത് 3 ചെക്ക് പോയിന്റ്സ് ആണ്. ഈ 3 പോയിന്റുകൾ ഉപയോഗിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ, കുറെ ടേംസ് കണ്ടുപിടിക്കാനുണ്ട്. ഇനി നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതല്ലാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്, ഈ വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെയാണ് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക ആദ്യത്തത് ക്വാർട്ടൈൽ റേഞ്ച് ആണ്. നമുക്കൊരു ഡാറ്റ ഉണ്ട്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? Q1 Q2 Q3 ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 4 കഷ്ണങ്ങളാക്കാം. 1 2 3 4 കഷ്ണങ്ങളാക്കാൻ പറ്റും. ഓക്കെ, അതിൽ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതേ ഈ ഒരു റേഞ്ച് എത്രയാണെന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ? Q3 - Q1. ഇപ്പൊ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ Q3 - Q1, തേർഡ് ക്വാർട്ടൈൽ മൈനസ് ഫസ്റ്റ് ക്വാർട്ടൈൽ. അവിടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ Q3 - Q1/2. ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1/2 ആണ്. അവിടെ നിങ്ങൾ ഓർക്കണം, ക്വാർട്ടൈൽ ഡീവിയേഷനും നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിൽ ബന്ധമുണ്ട്. അത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇനി അടുത്തത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ? ഇക്വേഷൻ ആണ്, പഠിച്ചു വെക്കണം. Q3 - Q1 ഡിവൈഡഡ് ബൈ Q3 + Q1. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് ക്വാർട്ടൈൽ റേഞ്ച് ആണ്. അത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള റേഞ്ച് ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിന്റെ പകുതി, Q3 - Q1/2. ഇനി ക്വാർട്ടൈൽ മീൻ എന്നൊക്കെ പറയും. അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്, Q3 - Q1 ഡിവൈഡഡ് ബൈ Q3 + Q1. ശരി, അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡാറ്റയിൽ നമുക്ക് എത്രയായിരുന്നു Q1 കിട്ടിയിട്ടുണ്ടായിരുന്നത്? Q1 ന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് 9 ആണ് കിട്ടിയിരുന്നത് തോന്നുന്നു അല്ലെ? Q1 9 ആണ്, Q3 18 ആണ്. ഓക്കെ, Q1 നമുക്ക് 9 ആണ് കിട്ടിയിരുന്നത്, Q3 നമുക്ക് 18 ആണ് കിട്ടിയിരുന്നത്. ഈ 2 ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കാം. ക്വാർട്ടൈൽ റേഞ്ച് പറയടാ, എന്താ ക്വാർട്ടൈൽ റേഞ്ച്? Q1 - Q3 - Q1 എത്ര കിട്ടും? 9 ആണ് ക്വാർട്ടൈൽ റേഞ്ച്. അടുത്ത ആരാ? ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? 18 - 9/2 = 9/2 അല്ലെങ്കിൽ 4.5. അടുത്തത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ
ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? Q3 minus Q1 divided by Q3 plus Q1. Q1 9 ആണ്, ഈക്വൽ ടു 18 മൈനസ് 9 9 ആണ്, 9/27 അല്ലെങ്കിൽ 1/3. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഡയറക്റ്റ് ഇക്വേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ക്വാർട്ടൈൽ റേഞ്ച് എത്രയാണെന്ന് ചോദിക്കാം, ക്വാർട്ടൈൽ ഡീവിയേഷൻ എത്രയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എത്രയാണെന്ന് ചോദിക്കാം. 3 ടേംസ്, 3ന്റെ ഇക്വേഷൻ അടക്കം കൃത്യമായി ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കും. ഇവിടത്തൊക്കെ പ്രത്യേകത കുട്ടികൾ പഠിക്കൂല. പുതിയ സാധനമാണ്, കേട്ടിട്ട് മനസ്സിലാവുന്നില്ല, പുതിയ ടേം ആണ്, നമുക്ക് ലോജിക്കലി അങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ പലരും സ്കിപ്പ് ചെയ്ത് കളയും. പക്ഷേ വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇക്വേഷൻസ് പ്രോപ്പറായി നോട്ട് ചെയ്ത് വെച്ചോളാം. ശരി, വേറൊരു സെറ്റ് ഓഫ് ഡാറ്റ വന്നിട്ടുണ്ട്. അവിടെ അവരെ ക്വാർട്ടൈൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ഡാറ്റ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ അതിനെ അസെൻഡിങ് ഓർഡറിലങ്ങ് എഴുതി വെക്കാം. എഴുതിക്കോ. ആദ്യം 1 ഉണ്ട്, 1 കഴിഞ്ഞാൽ പിന്നെ 3 7 10. ഓക്കെ, 1 3 7 10. 10 കഴിഞ്ഞാൽ പിന്നെ 11 13 15 11 13 15 11 13 15 പിന്നെ ആരാ? ഓക്കെ, 17 19 21 17 19 21. ഇവിടെയാണ് സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ഇത് ആദ്യം എഴുതണം. ഓക്കെ, 17 19 21 എണ്ണി നോക്കിയേ. 1 3 3 6 3 9 1 10 3 3 6 3 9 1 10. ഓക്കെ, 10 എണ്ണാണുള്ളത് കേട്ടോ. ഇപ്പോൾ 10 എണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട്, അസെൻഡിങ് ഓർഡറിൽ എഴുതി. കണ്ടുപിടിക്കേണ്ടത് എന്താ? ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കണം. ക്വാർട്ടൈൽ റേഞ്ച് വേണം നമുക്ക്. ആര് വേണം? ഫസ്റ്റ് ക്വാർട്ടൈലും വേണം, തേർഡ് ക്വാർട്ടൈലും വേണം. ഓക്കെ, ഫസ്റ്റ് ക്വാർട്ടൈൽ കണ്ടുപിടിക്കാം. Q1 ഇക്വേഷൻ ഓർമ്മയുണ്ടോ? n+1/4 ടേം ഈക്വൽ ടു n+1/4 ടേം എന്ന് പറഞ്ഞാൽ ആരാ? ഇവിടെ 10 ടേം അല്ലേ ഉള്ളത്. 10 + 1/4. 10 + 1/4 എന്ന് പറഞ്ഞാൽ 11/4. 11/4 എന്ന് പറഞ്ഞാൽ നമുക്ക് 2.75 എന്ന് കിട്ടും. അപ്പൊ 2.75 ടേം, അങ്ങനെ ഒരു ടേം ഉണ്ടോ? അവിടെയാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുക. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് 2.75 ടേം എന്ന് പറഞ്ഞാൽ നമ്മളെ സെക്കൻഡ് ടേം ആരാ? 3 ആണ്. തേർഡ് ടേം ആരാ? 7 ആണ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ടേം എടുക്കണം. പിന്നെ ഈ മൊത്തം ഡിസ്റ്റൻസ് പോകണ്ട, അതിന്റെ തൊട്ടടുത്ത് വെച്ച് നമ്മൾ നിർത്തണം. ഇതൊക്കെ ഈ മൊത്തം ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ നമ്മൾ 0.75 വരെ എടുത്താൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാ അത് കണ്ടുപിടിക്കുക? ശ്രദ്ധിച്ചോ. നമ്മൾ ആദ്യം അവിടെ 2.75 ടേം എന്ന് പറഞ്ഞാൽ 2.75 ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് ടേം എടുക്കുക. സെക്കൻഡ് ടേം അതിനോട് ആഡ് ചെയ്യണം. എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? 0.75 ഓഫ് ഈ ഒരു ഡിഫറൻസ്. അപ്പോൾ നമുക്ക് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം എന്ന് പറയാം. നമ്മൾ നിങ്ങൾക്ക് ചെയ്ത് കാണുമ്പോഴാണ് മനസ്സിലാവുക. ശ്രദ്ധിച്ചോ. ഇതാ ഈക്വൽ ടു തേർഡ് സെക്കൻഡ് ടേം ആരാ? 3 പ്ലസ് ഈ മൂന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 4 ആണ് അല്ലേ? ആ 4ന്റെ 0.75 എടുത്താൽ മതി. 0.75 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ്. ഇപ്പൊ 3 + 3 എന്ന് കിട്ടും, അല്ലെങ്കിൽ 6 കിട്ടും. അപ്പൊ അവിടെ Q1 നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. Q1 ഈക്വൽ ടു 6. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് Q3 ആണ്. Q3 കണ്ടുപിടിക്കാൻ വേണ്ടത് 3 × n+1/4 അതാണ് Q3. അപ്പൊ നമുക്ക് 2.75 × 3 എടുത്താൽ മതി. എത്ര കിട്ടും? നമുക്ക് 8.25 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ അടുത്തായിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്താ? 8.25 ടേം. 8.25 ടേം. ഓക്കെ, അതിനാദ്യം എന്താ ചെയ്യേണ്ടത്? 8th ടേം എടുക്കുക പ്ലസ് ആ ഡിഫറൻസ് 0.25 ഇൻറ്റു നമ്മുടെ 9th ടേം മൈനസ് 8th ടേം. അവരിടയിലുള്ള ഗ്യാപ്പില്ലേ? ഇവിടെ 9th ടേം ആരാ? ഇത് 9th ടേം ആണ്, ഇത് 8th ടേം ആണ്. അവരിടയിലുള്ള ഗ്യാപ്പില്ലേ? അതിന്റെ 0.25 എടുക്കാനാണ് പറയുന്നത്. ഈക്വൽ ടു 8th ടേം ആരാ? 8th ടേം 17 ആണ്. ഇനി അവർ തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അപ്പൊ പ്ലസ് 0.25 ഇൻറ്റു 2, അതായത് 0.5. അപ്പൊ 17.5 എന്ന് കിട്ടും. നമുക്ക് Q1 കിട്ടി, അതുപോലെ തന്നെ Q3 കിട്ടി. Q3 എത്ര കിട്ടി? 17.5. കണ്ടോ? അപ്പൊ Q1 Q3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. Q1 മൈനസ് Q3 ആണ് ക്വാർട്ടൈൽ റേഞ്ച്. Q1 മൈനസ് Q3 എത്രയാ കിട്ടുക? Q1 മൈനസ് Q3 നോക്കിയേ, 17.5 മൈനസ് 6 നമുക്ക് 11.5 എന്ന് കിട്ടും.
ഇനി ക്വാർട്ടൈൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ആരാ, സോറി കേട്ടോ, Q1 മൈനസ് Q3 അല്ല, Q3 മൈനസ് Q1 ആണ്, Q3 മൈനസ് Q1. ഇനി അവിടുത്തെ നമ്മുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എത്ര കിട്ടുക, Q3 മൈനസ് Q1/2, Q1/2 അല്ലെങ്കിൽ 11.5/2 നമുക്ക് 5.75 എന്ന് കിട്ടും. അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്താ, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാലോ, Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. അപ്പോൾ നമുക്ക് 17.5 മൈനസ് 6 വരും, അപ്പോൾ 11.5 ഡിവൈഡഡ് ബൈ 17.5 പ്ലസ് 6 വരും, അല്ലെങ്കിൽ 23.5 ഈക്വൽ ടു, അത് സോൾവ് ചെയ്ത് എത്ര കിട്ടുക, 23/47. 23/47 ആയിരിക്കും കിട്ടുക. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് 23/47 കിട്ടി. ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് 5.75 കിട്ടി. റേഞ്ച് നമുക്ക് എത്ര കിട്ടിയത്, 11.5 കിട്ടി. അപ്പോൾ ആ 3 ടേംസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ പെട്ടുപോരുത്. 2.75 ടേം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പഠിച്ചിരിക്കണം. 8.25 ടേം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാൻ പഠിച്ചിരിക്കണം. കൺഫ്യൂസ്ഡ് ആയി സ്റ്റക്കായി നിന്ന് പോരുത് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണ്, ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ അവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ക്വാർട്ടൈൽ ഡീവിയേഷൻ എത്രയാണ് തന്നിട്ടുണ്ട്, 3 ആണ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണെന്ന് ചോദിച്ചു. ഓക്കെ, അവിടെ നിങ്ങളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ക്വാർട്ടൈൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാർട്ടൈൽ ഡീവിയേഷൻ തന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. അതിങ്ങനെയാണ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻറ്റു 3/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ക്വാർട്ടൈൽ ഡീവിയേഷൻ 3 അല്ലേ, അപ്പോൾ നമ്മളത് ചെയ്യേണ്ടത് 3 × 3/2 ചെയ്യുക, അല്ലെങ്കിൽ അത് 9/2 ആയിരിക്കും. ഓർത്ത് വെച്ചോളാം എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻറ്റു 3/2. അത് പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, നിങ്ങൾ എവിടെയും കാണൂല. അത് വളരെ റെയർ ആയിട്ട് മാത്രം നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ആരും എക്സ്പെക്ട് ചെയ്യാത്തത് നമുക്ക് എക്സ്പെക്ട് ചെയ്തിരിക്കാം. ഇപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻറ്റു 3/2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് അറിയാത്ത ആൾക്കാർ കഴിഞ്ഞ വീഡിയോ എടുത്ത് കാണണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എന്ത് സിമ്പിളായിട്ട് ഉത്തരം കിട്ടുക, പക്ഷേ ഇതെന്താ സാധനം എന്നറിയില്ലെങ്കിൽ നമ്മൾ എന്ത് പോവും, പെട്ടുപോകും. അവിടെയാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ അതാണ് ക്വാർട്ടൈൽസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ക്വാർട്ടൈൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, നമുക്ക് എത്രാമത്തെ ക്വാർട്ടൈലാണ് കണ്ടുപിടിക്കേണ്ടത്, nth ക്വാർട്ടൈൽ. n ഇൻറ്റു എന്താ ചെയ്യേണ്ടത്, n+1 ബൈ, സോറി കേട്ടോ, n+1 അല്ല. ഓക്കെ, ഞാനിവിടെ n എടുത്തു പോയി. നമ്മൾ സാധാരണ ടോട്ടൽ നമ്പറല്ലായിരുന്നു n വെക്കാറുള്ളത്. ഞാൻ ആ n മാറ്റണേ, n വേണ്ട, നമുക്കൊരു kth ക്വാർട്ടൈൽ എടുക്കാം, k. ഓക്കെ, kth ക്വാർട്ടൈൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, k ഇൻറ്റു n+1/4. ഇതായിരിക്കും ഏത്, kth ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാർട്ടൈൽ പോലെ തന്നെയാണ് ഡെസൈലും അതുപോലെ തന്നെ പെർസെൻറ്റൈലും. ക്വാർട്ടൈലിൽ നമ്മൾ എന്താ ചെയ്തത്, ഒരു ഡിസ്ട്രിബ്യൂഷനെ 4 കഷ്ണങ്ങളാക്കി. അവിടെ ഡിസൈൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡെസൈൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ 10 കഷ്ണങ്ങളാക്കുക. ഓക്കെ, അപ്പോൾ ഒരു പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞാലോ, ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ 100 കഷ്ണങ്ങളാക്കുക എന്നുള്ളതാ. ശരി, അപ്പോൾ നിങ്ങളോട് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾ 99% നിൽക്കുന്നതെന്ന് പറഞ്ഞ അർത്ഥം എന്താ, നിങ്ങൾ താഴേക്ക് 99% ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്നാണ്. നിങ്ങൾ ഫസ്റ്റ് 1% ഉള്ളതെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതെന്താ സംഭവം, ടോട്ടലിനെ 100 കഷ്ണങ്ങളാക്കി, അതിൽ അവസാനത്തെ കഷ്ണത്തിന്റെ ഇപ്പുറത്താണ് നിങ്ങളുള്ളത്. അതാണ് 99% എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസൈൽ കണ്ടുപിടിക്കാൻ, kth ഡിസൈൽ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, k ഇൻറ്റു, ഇവിടെ നമ്മൾ 4 ഉപയോഗിച്ചെന്നുണ്ടാ, നമ്മൾ 4 പീസായി ഡിവൈഡ് ചെയ്യുന്നുണ്ടാ, ഇൻറ്റു n+1/10 ആവും. കണ്ട, അപ്പോൾ ഡിസൈൽ കണ്ടുപിടിക്കാൻ അവിടെ 10 എഴുതിയാൽ മതി. അപ്പോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനോ k ഇൻറ്റു n+1/100 എന്നാവും. സിമ്പിളാണ്. അപ്പം നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 70th പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 70 ഇൻറ്റു n+1/100. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ n ആരാ, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് വെച്ചാൽ അതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഈ 3ഉം കൂടെ ഒരുമിച്ച് പഠിക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ക്വാർട്ടൈൽ മാത്രം ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത്. ശരി, നമുക്ക് നോക്കാം. എ സെറ്റ് ഓഫ് ഡാറ്റ ഈസ് ഗിവൺ. ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഫൈൻഡ് Q1 P90 D6. അപ്പോൾ ക്വാർട്ടൈൽ, ഫസ്റ്റ് ക്വാർട്ടൈൽ കണ്ടുപിടിക്കണം, 90% കണ്ടുപിടിക്കണം, 6th ഡിസൈലും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം.
നമുക്ക് ആദ്യം ഈ ഡാറ്റേനെ എന്ത് ചെയ്യാം, അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് ഉള്ളത്, അല്ല അസെൻഡിങ് ഓർഡറിലല്ല. 1 ഉണ്ട്, 1 കഴിഞ്ഞാൽ പിന്നെ 3 ഉണ്ട്, 3 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 3 കഴിഞ്ഞാൽ പിന്നെ 11 ഉണ്ട്, 11 കഴിഞ്ഞാൽ പിന്നെ 17 ഉണ്ട്, 18 ഉണ്ട്, പിന്നെ 27 ഉണ്ട്, 29 ഉണ്ട്, 17, 18, 29, 29. ഓക്കെ, 2 29 ഉണ്ടോ? 2 29 ഉണ്ട്. പിന്നെ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 2 29 ഉണ്ട്. പിന്നെ 43 67. 43 67 എത്ര ടേംസ് ആയി? 1 2 3 4 5 6 7 8 9 10. കറക്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ട എന്താ? Q1 കണ്ടുപിടിക്കണം. നമുക്കറിയാം Q1 ആരാ? n+1/4 ടേം. n+1/4. ഇവിടെ എത്ര ടേം ഉള്ളത്? 10 ടേം അല്ലേ ഉള്ളത്. അപ്പോൾ 10+1/4 ടേം. 10+1/4 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം 2.75. അപ്പോൾ രണ്ടാമത്തെ ടേം ആരാ? രണ്ടാമത്തെ ടേം 3 ആണ്. 3 പ്ലസ് അവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? അവർ തമ്മിലുള്ള വ്യത്യാസം, ഈ വ്യത്യാസം 8 ആണ്. അപ്പോൾ 2.75 0.75 into 8 എന്ന് വരും. അപ്പോൾ 3 plus 0.75 into 8 എത്രയാ? 0.75 into 8 6 ആ വരിക. 3 plus 6 നമുക്ക് 9 കിട്ടും. 3 plus 6 9. അതാണ് Q1 വരിക. ഇനി നമുക്ക് എന്താ? D6 കണ്ടുപിടിക്കാം. D6ന്റെ ഇക്വേഷൻ എങ്ങനെയാ വരിക? n+1/10. ഇതാണ് ഒരു ഫസ്റ്റ് ഡിസൈല്. അതിനെന്ത് ചെയ്യണം? 6th ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു 6 into എത്ര ടേംസ് ഉണ്ട്? 10 ടേമില്ലടാ. അപ്പൊ 11/10 വരും. 6 into 11/10 എത്രയാ? 6.6. അപ്പൊ 6.6th ടേം കണ്ടുപിടിക്കേണ്ടത്. 6.6th ടേം നമുക്ക് നോക്കാം. 1 2 3 4 5 6. 6th ടേം എത്രയാ? 27 പ്ലസ് അവർ തമ്മിലുള്ള വ്യത്യാസം 2 അല്ലേ? 2 into ഒരു 0.6 കൂടെ കിടക്കുന്നുണ്ട്. 0.6. അപ്പൊ അത്ര അത് 12 ആണ് കേട്ടോ. അപ്പൊ അല്ല 1.2 ആണ് കേട്ടോ. അപ്പൊ 27 plus 1/2 1.2 28.2. അപ്പൊ നമുക്ക് 6th ഡിസൈലും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി 90th പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്താ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? n+1/100. ഇതാണ് ഫസ്റ്റ് പെർസെന്റേജ്. 90th കണ്ടുപിടിക്കണമെങ്കിൽ 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഈക്വൽ ടു എത്ര ടേംസ് ഉണ്ട്? 10 ടേം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 90 into 11/100. 11/100 ആരാ? 0.11 0.11. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 9.9 എന്ന് കിട്ടും. 9.9th ടേം. ഓക്കെ, 9th ടേം ആരാ? 9th ടേം 43. 9th ടേം 43 ആണ്. പ്ലസ് ഒരു 0.9 ഉണ്ട്. 43 67 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 43 10 53 10 63 4. അപ്പോൾ 0.9 into 24 എന്ന് വരും. ഇതാണ് ആ ലാസ്റ്റ് ടേം വരിക. 43 പ്ലസ് 0.9 into 24 എത്രയാ വരിക? 240 2.16 അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ 2.16 അല്ല 21.6 കേട്ടോ. 21.6 43 പ്ലസ് 21.6 0.9 അല്ലേ? അപ്പൊ 21.6 ആയിരിക്കും. എത്ര കിട്ടും? 64.6 എന്ന് കിട്ടും. അതായിരിക്കും നമ്മുടെ 90th പെർസെന്റേജ് വരിക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്വാർട്ടൈൽ കണ്ടുപിടിക്കുക, പെർസെന്റേജ് കണ്ടുപിടിക്കുക, ഡിസൈൽ കണ്ടുപിടിക്കുക. അതിൽ ക്വാർട്ടൈലിൽ നിങ്ങൾ 3 ആളുകളെ ഓർക്കാനുണ്ട്. അതിൽ ആദ്യത്തേത് ക്വാർട്ടൈൽ റേഞ്ച് ആണ്, പിന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. ബാക്കിയൊക്കെ നമ്മൾ എങ്ങനെയാണ് ക്വാർട്ടൈൽ പഠിച്ചത് അതുപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ക്വാർട്ടൈൽ കണ്ടുപിടിക്കാൻ പഠിക്കണം, ആ 3 ടേംസ് കണ്ടുപിടിക്കാൻ പഠിക്കണം, പിന്നെ ഡിസൈലും പെർസെന്റേജും കണ്ടുപിടിക്കാൻ പഠിക്കണം. വളരെ സിമ്പിളാണ്, കൺസെപ്റ്റ് സിമ്പിളാണ്. കുറച്ച് ലെങ്തി കാൽക്കുലേഷൻ ആയിട്ട് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് റെഡി ആവുന്നത് വരെ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്നും കൂടെ ചെയ്ത് നോക്കണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ ചോദിക്കാൻ മടിയും കാണിക്കരുത് കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് ഇനിയാണ് നമ്മളെ പ്രധാനപ്പെട്ട സ്ക്യൂനെസ്, അല്ലെങ്കിൽ സ്ക്യൂനെസിന്റെ മലയാളം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? സ്ക്യൂനെസിന്റെ മലയാളം വക്രത എന്നാണ്. വക്രത എന്താ? വക്രത എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം വക്രിച്ചു പോയി എന്നൊക്കെ പറയില്ലേ? അതായത് അല്ലെങ്കിൽ ഒരു വണ്ടി ഇടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് വക്രിച്ചു പോയി എന്ന് പറയില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സിമ്മെട്രി നഷ്ടപ്പെട്ടു. ഇതിനെയാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയാ. സ്ക്യൂനെസ് ഉണ്ടെങ്കിൽ അവിടെ എന്താ? സിമ്മെട്രി ഇല്ല. അപ്പോൾ സ്ക്യൂനെസ് സിമ്മെട്രിയും ഓപ്പോസിറ്റാന്ന് ഓർത്തോളൂ കേട്ടോ. ശരി, എന്താണ് സ്ക്യൂനെസ് എന്ന് ഞാൻ പറഞ്ഞു, അത് വക്രതയാണെന്ന് മനസ്സിലായി. ഇനി നമ്മളെ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറയുന്ന ഡാറ്റ ഉണ്ടല്ലോ, അതിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ എന്തുണ്ടാവും? സ്ക്യൂനെസ് ഉണ്ടാവും. എപ്പോഴാണ് സ്ക്യൂനെസ് ഉണ്ടാവുക?
എപ്പോഴാണ് സ്ക്യൂനെസ് ഇല്ലാതിരിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അതായത് ഞാനൊരു ഡാറ്റ എഴുതാണ് 2 3 3 4. ഓക്കെ, ഞാൻ അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പോയാൽ ഇതാണ് എൻ്റെ ഡാറ്റ. അതിൽ എൻ്റെ ഡാറ്റേൻ്റെ ഹൈറ്റ് എണ്ണം ഞാൻ ഇവിടെയാണ് കൊടുക്കുന്നത്, കൗണ്ട് ഈ മുകളിലേക്കാണ് എഴുതുന്നതാണ്. ഓക്കെ, ഒന്നുകൂടെ വൃത്തിയാക്കുക. ആ ഡാറ്റേൻ്റെ ഗ്രാഫ് ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഒരു ടേം മാത്രമുള്ള സ്ഥലമുണ്ട്, 2 എണ്ണമുള്ള സ്ഥലമുണ്ട്, 3 എണ്ണമുള്ള പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങോട്ട് അതിൻ്റെ വാല്യൂസ് ആണ്. അതിൻ്റെ വാല്യൂസ് നമുക്ക് 1 2 3 4 5 ഇങ്ങനെ പോകും. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡാറ്റ വരച്ചു കഴിഞ്ഞാൽ 2 എത്ര എണ്ണം ഉണ്ട്? 2 ഒരെണ്ണേ ഉള്ളൂ, 2 ഒരെണ്ണമേ ഉള്ളൂ. ഓക്കെ, പിന്നെയോ 3 എത്ര എണ്ണം ഉണ്ട്? 3 2 എണ്ണം ഉണ്ട്, 3 2 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് അവിടെ 2 എണ്ണം മാർക്ക് ചെയ്യാനുണ്ട്. 2 എണ്ണം ഉണ്ട് കേട്ടോ, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഓക്കെ, പിന്നെയോ 4 ഒരെണ്ണമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇതാ 0 എന്നിങ്ങനെ വന്ന് ഇതാ 2 ഇങ്ങോട്ട് പോയി ഇങ്ങനെ വരും. ഓക്കെ, ഇത് നമ്മൾ ബെല്ലെന്നാണ് പറയുക കേട്ടോ, ബെല്ലെന്നാ പറയാ. ഇതാ ഇത് കണ്ടോ, ഇങ്ങനെ വരുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ബെൽ കർവ്. ഓർത്തു വെക്കണം, ബെൽ കർവ്. ബെൽ കർവ് എന്ന് പറഞ്ഞാൽ അതെന്താ സിമെട്രിക്കൽ ആണെന്നാണ് പറയുന്നത്. ഇനി അവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ മീൻ എത്രയായിരിക്കും? ഇവിടുത്തെ മീൻ വാല്യൂ എത്രയായിരിക്കും? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മീൻ എത്രയാണ്, 3 ആണ് അല്ലെ. ഇനി മീഡിയൻ എത്ര കിട്ടും? മീഡിയൻ നടുക്കുള്ള വാല്യൂ അതും എത്ര തന്നെ കിട്ടും? 3 കിട്ടും. ഇനി മോഡ് എത്ര വാല്യൂ കിട്ടും? മോഡും നമുക്ക് എത്ര കിട്ടുക? 3 ആണ് കിട്ടുക അല്ലേ. നമ്മളെല്ലാം കൂട്ടി നോക്കിയേ, 2 3 5 3 8 4 12, 12/4 3. ഇനി മീഡിയൻ എന്ന് പറഞ്ഞാൽ നടുക്കുള്ള 2 വാല്യൂസിന്റെ ആവറേജ് അതും എത്ര തന്നെയാ? 3 തന്നെയാണ്. മോഡ് എത്രയാ? അത് റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂസ് അതും 3 തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ നമ്മളെ മോഡിൽ നിന്നും മീഡിയനിൽ നിന്നും മീനിൽ നിന്നും ഒക്കെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഈക്വലാ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 0, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 0, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1 കുറഞ്ഞു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1 കൂടി. അപ്പോൾ 1 കുറയുമ്പോൾ 1 കൂടുന്നുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്കൽ ആണ്. അതായത് ഒരു ഡാറ്റയിൽ മീനും മീഡിയനും അതുപോലെ മോഡും, മീനും മീഡിയനും മോഡും ഈക്വൽ ആയി കഴിഞ്ഞാൽ അവിടെ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉണ്ടാവുക. എപ്പോഴാണോ അത് ഈക്വൽ അല്ലാതാവുന്നത് അപ്പോൾ അവിടെ സിമെട്രി തെറ്റും. ബെൽ കർവ് അല്ല പിന്നെ ഉണ്ടാവുക, അവിടെ പിന്നെ ബെൽ കർവ് ഇല്ല. അവിടെ പിന്നെ ഉണ്ടാവുന്ന കർവാണ് സ്ക്യൂ. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഐഡിയയാണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അവിടെ പോസിറ്റീവ്ലി സ്ക്യൂ ചെയ്യുന്ന കർവ് ഉണ്ടാവും, നെഗറ്റീവ്ലി സ്ക്യൂ ചെയ്യുന്ന കർവ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ മീനിനെ ബേസ് ചെയ്താണ് പറയുന്നത്. അതുകൊണ്ട് പോസിറ്റീവ്ലി സ്ക്യൂ ചെയ്യുന്ന കർവ് എന്ന് പറഞ്ഞാൽ അവിടെ മീൻ ആയിരിക്കും ഏറ്റവും വലുത്, മീൻ വലുതായിരിക്കും. പിന്നെ മീഡിയൻ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും, ഏറ്റവും ചെറുതാരായിരിക്കും? മോഡായിരിക്കും. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലുള്ള പണക്കാരുടെയൊക്കെ അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ പെർ ക്യാപിറ്റ ഇൻകം ആയിരിക്കും. ഓക്കെ, അതിൽ സാധാരണക്കാരെ എണ്ണം കൂടുതലായിരിക്കും. ആ എണ്ണമാണ് ഈ ഹൈറ്റ് കാണിക്കുന്നത്. എണ്ണമാണല്ലോ മോഡ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് ആൾക്കാരാണല്ലോ, ക്വാണ്ടിറ്റി ആണല്ലോ മോഡ്. അപ്പം സാധാരണക്കാർക്ക് ശമ്പളം കുറവാണ്. അപ്പൊ അവരേക്ക് നമ്പർ കൂടുതൽ ഉണ്ടാവും. കൂടുതൽ ആൾക്കാർ കുറഞ്ഞ ശമ്പളം വാങ്ങും, അതായിരിക്കും മോഡ്. ആ മോഡ് ചെറുത്. എന്നാലോ മൊത്തം ഡാറ്റ എടുക്കുമ്പോൾ ഇന്ത്യക്ക് ഒരുപാട് പൈസ ഉണ്ട്. ആ പൈസയിൽ കൂടുതലും നമ്മളെ പൈസക്കാരുടെ കയ്യിൽ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് അല്ല അപ്പർ മിഡിൽ ക്ലാസിന്റെ കയ്യിൽ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളുകളുടെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ എങ്ങോട്ടാണ് ഉണ്ടാവുക? കുറച്ച് റൈറ്റിലേക്കാണ് ഉണ്ടാവുക. ഇവിടെ ടെയിൽ കണ്ടോ നിങ്ങൾ? ഇതാണ് ടെയിൽ എന്ന് പറയുക. ഇങ്ങനെ ചെരിഞ്ഞ് വരുന്ന ഈ സ്ലോപ്പ് ഇങ്ങനെ അടുത്ത് വരുന്ന നമ്മളെ ആ ബേസിലെ ലൈനോട് അടുത്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടെയിൽ എന്ന് വിളിക്കുക. അപ്പൊ റൈറ്റിലേക്കാണ് ടെയിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് സ്ക്യൂ ആണ്, അല്ലെങ്കിൽ അവിടെ മീൻ വലുതാണ്. ഇനി തിരിച്ചു വരുന്ന സമയത്ത് നെഗറ്റീവ് സ്ക്യൂ ഉണ്ട്. ഓക്കെ, നെഗറ്റീവ് സ്ക്യൂവിന്റെ പ്രത്യേകത എന്താ? അവിടെ മീൻ ചെറുതാണ്, മീനാണ് അവിടെ ഏറ്റവും ചെറുത്. അത് കഴിഞ്ഞാൽ പിന്നെ മീഡിയൻ, അത് കഴിഞ്ഞാൽ പിന്നെ മോഡ്. ഓക്കെ, അവിടെ നെഗറ്റീവ് സ്ക്യൂ ആയതുകൊണ്ട് ലെഫ്റ്റിലായിരിക്കും ടെയിൽ ഉണ്ടാവുക. ടെയിൽ നമുക്ക് എവിടെ കാണാൻ പറ്റുക? ലെഫ്റ്റിലാണ് കാണാൻ കഴിയുക. ടെയിൽ ലെഫ്റ്റിലാണെങ്കിൽ നെഗറ്റീവ് സ്ക്യൂ, ടെയിൽ റൈറ്റിലാണെങ്കിൽ പോസിറ്റീവ് സ്ക്യൂ. നിങ്ങൾ ഓർത്താൽ മതി, ടെയിൽ റൈറ്റിൽ എന്ന് പറഞ്ഞാൽ മീൻ റൈറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് സ്ക്യൂ എന്ന് പറയാം. നിങ്ങൾ ആ ഒറ്റ ഉദാഹരണം ആലോചിച്ചാൽ മതി. നമ്മളെ നാട്ടിലുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓർത്താൽ മതി. അതിൽ മീൻ വാല്യൂ എപ്പോഴും വലുതായിരിക്കും. അതായത് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വലുതായിരിക്കും. എല്ലാവർക്കും കുറെ പൈസ കിട്ടുന്ന ഫീൽ ഉണ്ടാവും. പക്ഷെ മോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മോഡ് ഭയങ്കര ചെറുതാണ്. ഇപ്പൊ നമ്മൾ തന്നെ കേരളത്തിലിരിക്കുമ്പോൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ 26 രൂപയാണ് BPL ലൈനിൽ
അവർ പറയുന്നത് 26 രൂപ ദിവസ കൂലിയുള്ള ആള് BPL അല്ല APL എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ പൈസ കിട്ടുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ, കുറഞ്ഞ സാലറി കിട്ടുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ. പക്ഷെ ആവറേജ് എടുക്കുമ്പോൾ അത് കൂടുതലായിരിക്കും, കാരണം പൈസക്കാരുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ട്. അപ്പോൾ ആവറേജ് ചെയ്യുന്ന സമയത്ത് വലിയ വാല്യൂ ആണെങ്കിൽ അതാരാ? പോസിറ്റീവ് സ്ക്യൂ ആണ്, ഓർത്ത് വെക്കണം. ഓക്കെ, ഇപ്പം മീനും മീഡിയനും മോഡും ഈക്വൽ ആണെങ്കിൽ അവിടെ ബെൽ കർവാണ് ഉണ്ടാവുക, ഓർക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, തിയറി പറയുന്ന പോലെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ JSOന്റെ പേപ്പറിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അത് അങ്ങനെ തന്നെ എടുത്ത് ഇങ്ങോട്ട് ചോദിക്കും, വേറെ പുറത്തുനിന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഈ വർഷങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, JSOന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ CGL എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രിലിംസിന് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്കും എന്ത് ചെയ്യാം, എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്, ആ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പേപ്പറും കൂടെ എഴുതാം. അത്യാവശ്യം നല്ല പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ അതാണ് സ്ക്യൂനെസ് പറഞ്ഞത്. ഇനി ആ സ്ക്യൂനെസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മെഷറബിൾ ആണ് കേട്ടോ. ഈ സ്ക്യൂനെസ് ഇങ്ങനെ വെറുതെ വക്രിച്ച് പോകുന്നുണ്ട് എന്ന് പറയുന്നല്ല, അത് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാ തംബ്നെയിലും കാണുന്ന കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് ഒരു കോഎഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു ഇക്വേഷൻ ആണുള്ളത്. അപ്പോൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഒന്ന്, മോഡ് ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ഥലം, മോഡ് ഡിഫൈൻഡ്. ഓക്കെ, എന്താ മോഡ് ഡിഫൈൻഡ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചില ഡാറ്റയിൽ മോഡ് 2 ഉണ്ടാവും, ചില ഡാറ്റയിൽ മോഡ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ഏതാണ് കറക്റ്റ് മോഡ് എന്ന്. 1, 2, 3 ഇതൊരു ഡാറ്റയല്ലേ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കിവിടെ മോഡ് ഏതാണെന്ന് എടുത്ത് പറയാൻ പറ്റൂല. ഇനി പോട്ടെ, 1, 2, 2, 3, 3 ഇവിടെ ഇതും മോഡാവാം, ഇതും മോഡാവാം. ഏതാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഡിഫൈൻ ആവുന്ന കേസുകളില്ലേ, ആ കേസുകളിൽ നമ്മളെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ്, അതിന് നമ്മളൊരു ടേം വെക്കും, SK, കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. എന്ത് ഡിഫൈൻഡ് ആയിരിക്കും? മോഡ് ഡിഫൈൻഡ് ആയിരിക്കുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും, മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടില്ലാത്തവർ അത് എടുത്ത് കാണണം. ഇനി രണ്ടാമത്തെ ഒരു കേസ് ഉള്ളത് മോഡ് നോട്ട് ഡിഫൈൻഡ് ആണ്. മോഡ് നോട്ട് ഡിഫൈൻഡ്, അവിടെ നമുക്ക് ഈ മോഡ് നേരെ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റെയിൽവേ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പൊതുവേ പഠിക്കാറുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കാറുള്ളതാണ്. മോഡിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? 3 മീഡിയൻ മൈനസ് 2 മീൻ. ഇത് ഓർത്ത് വെച്ചോണേ, ചിലപ്പോൾ ഇതും ചോദിക്കാം. മീഡിയനും മീനും തന്നിട്ട് മോഡ് എത്രയാണെന്ന് ചോദിക്കാം. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മോഡിനെ ഒഴിവാക്കിയിട്ട് അവിടെ മീഡിയൻ കൊണ്ടുവെക്കാൻ പറ്റും. അപ്പോൾ അവിടെ സ്ക്യൂനെസിന്റെ കോഎഫിഷ്യന്റ്, കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് വരാൻ പോകുന്നത് ഇങ്ങനെയാണ്, 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, 2 ഇക്വേഷൻസ് ആണ്. 2 ഇക്വേഷൻസ് പഠിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഒന്ന് മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അടുത്തത് 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഒന്നുമില്ല, ഈ മൈനസ് മോഡിന് പകരം ഈ സാധനം അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഈ 2 ഇക്വേഷൻസ് ആണ് നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാത്ത ആളുകൾ കഴിഞ്ഞ ക്ലാസ് മസ്റ്റ് ആയിട്ട്, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് മതി, എന്ത് ചെയ്യണം, പോയി കണ്ടിട്ടുണ്ടാവണം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. ശരി, ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. If the mean mode and quartile deviation of a distribution is 2, 7 and 3, then Karl Pearson's coefficient of skewness എത്രയാണ് ചോദിക്കുന്നത്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ചോദിച്ചു. നമുക്ക് എന്തുണ്ട്, മീനും തന്നിട്ടുണ്ട്, മോഡും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മീനും മോഡും ഉള്ളപ്പോൾ ഇക്വേഷൻ എന്താ, മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നില്ല. പകരം തന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണെന്നത്. എടാ ഓർമ്മയുണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞത് ക്വാർട്ടൈൽ ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അപ്പൊ അവിടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എത്രയാ, 3 തന്നത് അല്ലെ.
ക്വാർട്ടൈൽ ഡീവിയേഷൻ 3 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 3 × 3/2 അല്ലെങ്കിൽ 9/2. അപ്പൊ 9/2 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരിക. അപ്പൊ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. മീൻ എത്രയാ? മീൻ 2 ആണ്. 2 മോഡ് 7 ആണ്. 2 - 7 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ? 9/2. 9/2 ഈക്വൽ ടു -5/9/2. -5/9/2 അല്ലെങ്കിൽ -10/9. അപ്പൊ എന്താ -10/9 എന്ന് പറഞ്ഞാൽ? നെഗറ്റീവ് ആണ് ഇവിടെ എന്ത് വന്നത്? കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് വന്നത് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നെഗറ്റീവ് ഗ്രാഫ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ ഗ്രാഫ് കാണിച്ച സമയത്ത് പോസിറ്റീവ് സ്ക്യൂ ഉണ്ട്, നെഗറ്റീവ് സ്ക്യൂ ഉണ്ട്. അതിൽ നെഗറ്റീവ് സ്ക്യൂ ആണ് ഈ ഗ്രാഫ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമുക്ക് ഉത്തരം എന്ത് കിട്ടിയത്? -10/9 കിട്ടിയത്. ഓക്കെ, -10/9. ഇനി അവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം. ഈ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് -3 മുതൽ 3 വരെയുള്ള ഡാറ്റാസ് ആണ് തരിക. അതും കൂടെ ഓർത്തോണേ. ഓക്കെ, അത് നമ്മൾ അവിടെ പറഞ്ഞിരുന്നില്ല. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റിന്റെ ഒരു കിട്ടുന്ന ഉത്തരം നിങ്ങൾ ഓർത്തോണം. 3 to -3 ആയിരിക്കും. 3ന്റെയും -3ന്റെ ഇടയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ചെയ്ത് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? എന്താ? കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 0.32. ഓക്കെ, അത് തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ 0.32 എന്ന് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 6.5 എന്ന് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 6.5. മീന് 29.6 ആണ് തന്നിട്ടുണ്ട്. മോഡ് അത്രയാണ് കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ്. നമ്മൾ ഇക്വേഷൻ എന്താ? SK ഈക്വൽ ടു അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്ക്യൂനെസിന്റെ കോഎഫിഷ്യന്റ്, ഈ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? SK ഈക്വൽ ടു മീൻ മൈനസ് മോഡ്. ഞാൻ ഇതിന് ഇക്വേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മളെ തലയിൽ അത് കയറാൻ വേണ്ടിയിട്ടാണ്. മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു, അത് തന്നിട്ടുണ്ടല്ലോ, 0.32. മീൻ തന്നിട്ടുണ്ടോ? മീൻ 29.6 ആണ്. 29.6. മോഡ് തന്നിട്ടില്ല. അതിന് നമ്മൾ തൽക്കാലം x എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 6.5 എന്ന് കിട്ടും. ഈക്വൽ ടു 6.5നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കത് കിട്ടാം 19.2 2.08. ഓക്കെ, 2.08 ഈക്വൽ ടു 29.6 മൈനസ് എക്സ് എന്ന് കിട്ടും. അല്ലെങ്കിൽ x ഈക്വൽ ടു 29.6 മൈനസ് 2.08 നമുക്ക് 27.52 എന്ന് കിട്ടും. ഇതായിരിക്കും അവിടുത്തെ മോഡിന്റെ വാല്യൂ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ അതേ ഇക്വേഷൻ, അതേ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയും ചോദിക്കാം. മോഡിന് പകരം മീഡിയൻ ഡയറക്റ്റ് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മോഡിന്റെ ഇക്വേഷൻ ഉപയോഗിക്കരുത്, രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കണം. SK ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഈക്വൽ ടു എന്തായിരുന്നു? മീഡിയൻ വെച്ചുള്ള ഇക്വേഷൻ 3 × മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഈ വീഡിയോന്റെ കമന്റിൽ തന്നെ ഒന്ന് പറയാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെ ഞാനത് കഴിഞ്ഞ ക്ലാസ് എടുക്കാനുള്ള കാരണം തന്നെ നമുക്ക് കുറച്ച് ഫണ്ടമെന്റൽ ഐഡിയ വേണമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മീൻ 250 ആണ്. ഓക്കെ, മീൻ വാല്യൂ തന്നിട്ടുണ്ട് 250 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് 12% ആണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യമായിട്ട് അത് കേൾക്കുന്നത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് 0.4 ആണ്. പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് 0.4 ആണ്. ഫൈൻഡ് ദ മോഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, മോഡ് വേണമെങ്കിൽ നമുക്ക് ആര് വേണം? മീനും നമ്മുടെ പിയേഴ്സൺസ് കോഎഫിഷ്യന്റും മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പക്ഷെ ഇവിടെ തന്നില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല. പകരം തന്നിട്ടുള്ളത് ആരാ? CV അല്ലെങ്കിൽ നമ്മുടെ വേരിയൻസിന്റെ അല്ലെ വേരിയേഷന്റെ കോഎഫിഷ്യന്റ് തന്നിട്ടുള്ളത്. അവിടെ നമ്മൾ ഒന്നും കൂടെ പറയാം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈക്വൽ ടു നമ്മളെ മീൻ എത്രയാണെന്ന് നോക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുമല്ലോ, അതിനെ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഗുണിക്കണം. 100 കൊണ്ട് ഗുണിച്ചില്ല നമുക്കൊരു ഫ്രാക്ഷൻ ആയിട്ട് കിട്ടുക. 100 കൊണ്ട് ഗുണിച്ചാൽ ഒരു പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ,
അപ്പം നമുക്ക് ഇത് തന്നിട്ടുണ്ട്, മീൻ നമ്മളെ കയ്യിലുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു CV ഇൻറ്റു മീൻ ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു എത്ര തന്നിട്ടുള്ളത്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് 12 തന്നിട്ടുണ്ട്, മീൻ 250 തന്നിട്ടുണ്ട് ബൈ 100. ഒന്നുമില്ലടാ, 12% ഓഫ് 250 കണ്ടുപിടിച്ചാൽ മതി. അത് നമുക്ക് എത്ര കിട്ടും? 30 അല്ലേ കിട്ടുക അല്ലേ? 10% 25, 2% 5, 30. അപ്പോൾ 30 കിട്ടി. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് 30 കിട്ടി. മീൻ നമുക്ക് 250 ആണ്. മോഡ് നമുക്ക് അറിയില്ല. അതെല്ലാം കൂടെ ചെയ്താൽ 0.4 കിട്ടണം. 0.4 ഈക്വൽ ടു 30 × 0.4 നമുക്ക് 12 എന്ന് കിട്ടും. 250 മൈനസ് എക്സ് 12 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 250 മൈനസ് 12 238 ആയിരിക്കും മോഡ്. അപ്പോൾ കുറേ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, പക്ഷേ നമ്മൾ അവിടെ ഇവിടെയുള്ള എല്ലാ ഐഡിയാസും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മസ്റ്റായിട്ടും മുന്നത്തെ വീഡിയോ നിങ്ങൾ പോയി കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് പ്രോബബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ചെയ്യാൻ ശ്രമിക്കുക, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ സമയം എല്ലാവരും കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തൊക്കെയാണോ അതൊക്കെ നന്നായി തന്നെ പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത്തവണത്തെ CGL തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.